ഹലോ കൂട്ടുകാരെ, ഏവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ നേരത്തെ അറിയിച്ചിരുന്നത് പോലെ തന്നെ മാത്സ് എന്ന വൻ പാലത്തിലൂടെ നടന്നു തുടങ്ങുകയാണ്. ആദ്യം തന്നെ നമ്മുടെ ഒന്നാമത്തെ പാഠമായ പെയർസ് ഓഫ് ഇക്വേഷൻസിൽ നിന്ന് തുടങ്ങാം. സോ ലെറ്റ്സ് ഗോ ടു ദ ചാപ്റ്റർ. ഈ പാഠത്തിൽ നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത് ഈ ഓൾജിബ്ര അഥവാ ബീജഗണിതം ഉപയോഗിച്ച് ചെയ്യാനുള്ള കുറേ ഇക്വേഷൻസ് അഥവാ സമവാക്യങ്ങളാണ്. ഓൾറെഡി നമ്മളിത് 8ാം ക്ലാസ്സിൽ വെച്ച് പഠിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പം അതിൻ്റെ ഒരു തുടർച്ച എന്ന രീതിയിലാണ് ഈ പാഠമുള്ളത്. ഓൾജിബ്രയെക്കുറിച്ച് ഓർത്ത് പേടിച്ചിരിക്കുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ അവർ ഒന്നുകൊണ്ടും പേടിക്കേണ്ട ആവശ്യമില്ല. ഇതൊക്കെ നമുക്കൊരു വിരൽ ഞൊടിക്കുന്ന നേരം കൊണ്ട് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. സോ നമുക്ക് ആദ്യം തന്നെ ഒരു ചോദ്യത്തിൽ നിന്നും ആരംഭിക്കാം. ചോദ്യം ഇതാണ്: ദെയർ ആർ 100 beads, black and white in a box. 10 more black than white. How many black and how many white? ഇത് വളരെ വളരെ എളുപ്പമുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ ഇത് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, അപ്പം നമ്മളിവിടെ വൈറ്റിന് എക്സ് എന്നും ബ്ലാക്കിനെ x+10 എന്നുമാണ് കൊടുത്തിരിക്കുന്നത്. ക്വസ്റ്റിനകത്ത് ബ്ലാക്കും വൈറ്റും തമ്മിലുള്ള ഒരു ബന്ധം കൊടുത്തിട്ടുണ്ട്. അതായത് വൈറ്റിനേക്കാളും ബ്ലാക്ക് 10 കൂടുതലാണെന്ന് ക്വസ്റ്റിനകത്ത് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് നമുക്ക് എക്സ് മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഇത് ചെയ്യാൻ സാധിക്കും. വൈയുടെ ആവശ്യം വരുന്നില്ല. വൈറ്റ് ഈസിക്കൽ ടു എക്സ് ആൻഡ് ബ്ലാക്ക് ഈസിക്കൽ ടു x+10. പിന്നീട് ഇതിനകത്ത് വൈറ്റും ബ്ലാക്കും കൂടി കൂട്ടി കഴിയുമ്പോൾ 100 കിട്ടുന്നതെന്നും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളിനി ഇതിനെ മാത്തമാറ്റിക്കലി എഴുതുമ്പം എക്സ് പ്ലസ് x+10 ഈസിക്കൽ ടു 100 എന്ന് വരും. ഇനി നമ്മളിതിനെ സിംപ്ലിഫൈ ചെയ്ത് എടുക്കുകയാണ് ഇനി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പം ഈ എക്സ് പ്ലസ് എക്സ് ഈസിക്കൽ ടു 2x ആണെന്നുള്ള കാര്യം നമുക്കറിയാലോ. അപ്പം അങ്ങനെ ആകുമ്പം ഇത് 2x + 10 ഈസിക്കൽ ടു 100 എന്നാവും. ഇനിയാണ് നമ്മൾ മെയിനായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇരിക്കുന്നത്. അതായത് ഈ ഈക്വൽ സൈനിൻ്റെ ലെഫ്റ്റിലും റൈറ്റിലുമുള്ള സംഖ്യകൾ അഥവാ ഈ എക്സും വൈയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പം വരുന്ന ക്രിയയുടെ വ്യത്യാസം. അതായത് നിലവിലിപ്പോൾ ഇവിടെ 2x + 10 ഈസിക്കൽ ടു 100 എന്നാണല്ലോ പറഞ്ഞേക്കുന്നത്. ഇനി ഈ ഈക്വൽ സൈനിൻ്റെ ലെഫ്റ്റിലുള്ളത് 2x എന്ന് മാത്രമാക്കുമ്പം ഈ +10 എന്നുള്ളത് ഈക്വൽ സൈനിൻ്റെ അപ്പുറത്തെ സൈഡിലേക്ക് പോകും. അപ്പം അന്നേരം ഈ +10 എന്നുള്ളത് -10 ആവും. അതിനെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പം 2x ഈസിക്കൽ ടു 100 - 10 എന്നാവും. കാരണം ഇവിടെ ആയിരുന്നപ്പം ഇത് ഈക്വൽ സൈനിൻ്റെ ലെഫ്റ്റ് സൈഡിലായിരുന്നപ്പം ഇത് +10 ആയിരുന്നെങ്കിൽ ഈക്വൽ സൈനിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ ഇത് -10 ആവും. അതായത് അഡീഷൻ അപ്പുറത്തേക്ക് പോകുമ്പോൾ സബ്ട്രാക്ഷൻ ഇപ്പുറത്തേക്ക് വരുമ്പോൾ അഡീഷനും ആവും. അതുപോലെ തന്നെ മൾട്ടിപ്ലിക്കേഷൻ അപ്പുറത്തേക്ക് പോകുമ്പോൾ ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷനും ആകും. സോ 2x ഈസിക്കൽ ടു 90 എന്ന് നമുക്ക് കിട്ടി. ഇനി ഇതിനെ ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്യാൻ പോവുകയാണ്. അതായത് എക്സ് ഈസിക്കൽ ടു എത്രയാണെന്നാണ് ഇനി നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അതായത് വൈറ്റ് എത്ര എണ്ണം ഉണ്ടായിരുന്നെന്ന്. അപ്പോൾ ഈ 2x എന്നത് 2 × x എന്നുള്ള കാര്യം നമുക്കറിയാലോ. അപ്പം അതുകൊണ്ട് തന്നെ ഇത് 2 × x ആണെങ്കിൽ ഈ 2 ഈക്വൽ സൈൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ /2 ആവും. അതായത് x ഈസിക്കൽ ടു ഇവിടെ ഉണ്ടായിരുന്ന 2 അപ്പുറത്തേക്ക് പോയി 90 /2 എന്നാവും. ഈസിക്കൽ ടു ഇതിൻ്റെ ആൻസർ 45 എന്ന് നമുക്ക് കിട്ടും. അതായത് വൈറ്റിൻ്റെ എണ്ണം. സോ x ഈസിക്കൽ ടു 45 എന്ന് നമുക്ക് കിട്ടും. വൈറ്റ് ഈസിക്കൽ ടു 45. അങ്ങനെയാണെങ്കിൽ ബ്ലാക്ക് എത്രയായിരിക്കും? ഇത് ക്വസ്റ്റിനകത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതായത് വൈറ്റിനേക്കാളും 10 more ആണ് ബ്ലാക്കിന്. അങ്ങനെയാണെങ്കിൽ 45 ബ്ലാക്ക് ഈസിക്കൽ ടു 45 + 10 ഈസിക്കൽ ടു 55. അങ്ങനെ വൈറ്റ് 45 എന്നും ബ്ലാക്ക് 55 എന്നും നമുക്ക് കിട്ടി. ഇനി ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 10 ഏതാനും എക്സസൈസുകളാണ് നാം നോക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോവാം. Pre about a bag and a pair of slippers for 1,100 rupees. The bag cost 3
100 rupees more than the slippers. What is the price of the slippers and the price of the bag? അപ്പോൾ പ്രിയ ഒരു ബാഗും ഒരു ജോഡി ചെരുപ്പുകളും 1100 രൂപയ്ക്ക് വാങ്ങിച്ചു. ബാഗിന് സ്ലിപ്പേഴ്സിനേക്കാൾ അതായത് ചെരുപ്പിനേക്കാൾ 300 രൂപ അധികമാണെന്നും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ചെരുപ്പിനും ബാഗിനും കൂടി എത്ര ആയിരിക്കും വില എന്നാണ് ചോദ്യം. സോ നമുക്ക് സ്ലിപ്പേഴ്സിന് എക്സ് എന്നും ബാഗിന് എക്സ് പ്ലസ് 300 എന്നും കൊടുക്കാം. കാരണം ബാഗിന് സ്ലിപ്പേഴ്സിനേക്കാളും 300 രൂപ അധികമാണ് എന്ന് പറഞ്ഞതുകൊണ്ടാണ് എക്സ് പ്ലസ് 300 എന്ന് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ വൈയുടെ ആവശ്യം വരുന്നില്ല. സോ ഇതിനെ മാത്തമാറ്റിക്കലി പറയുമ്പോൾ എക്സ് പ്ലസ് 300 ഈസ് ഈക്വൽ ടു 1100 റുപ്പീസ്. ഇനി നമ്മളിതിനെ നേരത്തെ ചെയ്ത പോലെ തന്നെ സിംപ്ലിഫൈ ചെയ്തെടുക്കുന്നു. ഇത് സിമ്പിൾ കാര്യമാണ്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി എടുക്കുകയാണെങ്കിൽ ബാക്കിയുള്ള എല്ലാം സ്മൂത്തായിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ എക്സ് പ്ലസ് എക്സ് ഈസ് ഈക്വൽ ടു 2x ആണെന്നറിയാലോ. അപ്പം നമ്മൾ അതങ്ങ് എഴുതി വെക്കുന്നു. 2x പ്ലസ് 300 ഈസ് ഈക്വൽ ടു 1100 റുപ്പീസ്. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ ഈക്വൽ സൈൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള പ്ലസ് 300നെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പം എന്താവും? മൈനസ് 300 ആവും. സോ 2x ഈസ് ഈക്വൽ ടു 1100 മൈനസ് 300 എന്ന് വെച്ചാൽ 2x ഈസ് ഈക്വൽ ടു എത്രയാ? 800. ഓക്കെ, ഇനി ഈ 2xനെ നമ്മൾ വീണ്ടും സിംപ്ലിഫൈ ചെയ്ത് എക്സ് ആകുവാണ്. അതായത് ഈ 2x എന്ന് പറഞ്ഞാൽ 2 × x ആണല്ലോ. അപ്പം 2 × x മാറി വെറും എക്സ്. അതായത് എക്സ് ഈസ് ഈക്വൽ ടു 800 ഡിവൈഡഡ് ബൈ 2 ഈസ് ഈക്വൽ ടു 400 റുപ്പീസ്. സ്ലിപ്പേഴ്സിനായിരുന്നല്ലോ നമ്മൾ എക്സ് ആക്കി കണക്കാക്കിയത്. അതുകൊണ്ട് തന്നെ എക്സ് ഈസ് ഈക്വൽ ടു 400 റുപ്പീസ്. അതായത് സ്ലിപ്പേഴ്സിന് 400 റുപ്പീസാണ്. സോ അപ്പം ബാഗിന് എത്രയായിരിക്കും? ബാഗ് ഈസ് ഈക്വൽ ടു 400 പ്ലസ് 300 ഈസ് ഈക്വൽ ടു 700 റുപ്പീസ്. സ്ലിപ്പേഴ്സിന് 400ഉം ബാഗിന് 700ഉം. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദ സം ഓഫ് 2 നമ്പേഴ്സ് ഈസ് 26 ആൻഡ് ദെയർ ഡിഫറൻസ് ഈസ് 4. വാട്ട് ആർ ദ നമ്പേഴ്സ്? ഒന്ന് നോക്കിയേ, എന്ത് സിമ്പിളാ. രണ്ട് നമ്പേഴ്സിൻ്റെ സമ്മ് 26 അതിൻ്റെ വ്യത്യാസം 4 കൊടുത്തിട്ടുണ്ട്. എന്നാൽ പിന്നെ നമ്പർ ഏതായിരിക്കുന്നത്? എന്തെളുപ്പമല്ലേ, സിമ്പിളായിട്ട് കൊണ്ടിരിക്കാം. അതായത് സം ഓഫ് 2 നമ്പേഴ്സ് എന്ന് പറയുമ്പം അതിൽ ഒരെണ്ണം എന്തായാലും സ്വാഭാവികമായിട്ടും എക്സ് ആയിരിക്കും. സം ഓഫ് 2 നമ്പേഴ്സ് ഈസ് 26 ആൻഡ് ദെയർ ഡിഫറൻസ് ഈസ് 4. ഈ ഡിഫറൻസ് എന്ന് പറയുമ്പം അവരുടെ, അതായത് രണ്ട് സംഖ്യകളും തമ്മിലുള്ള ഡിഫറൻസിനാണ് അത് സൂചിപ്പിക്കുന്നത്. അതായത് ഇപ്പോൾ പറയുകയാണെങ്കിൽ, എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരെണ്ണം 20 ആണെങ്കിൽ മറ്റേ നമ്പർ 24 ആയിരിക്കും. അപ്പം 24 മൈനസ് 20 4. അപ്പം അതാണ് ഇവിടെ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സം ഓഫ് 2 നമ്പേഴ്സ് എന്ന് പറയുമ്പം എക്സ് പ്ലസ് 4 ഈസ് ഈക്വൽ ടു 26. ഇത്രേ ഉള്ളൂ, കാര്യം കഴിഞ്ഞു. ഇനി ഇതിനെ നേരെ സിംപ്ലിഫൈ ചെയ്ത് എഴുതുക. നമ്മൾ നേരത്തെ കാണിക്കുന്നുള്ളൂ തന്നെ. എക്സ് പ്ലസ് എക്സ് ഈസ് ഈക്വൽ ടു 2x പ്ലസ് 4 ഈസ് ഈക്വൽ ടു എത്ര? 26 തന്നെ. എന്നിട്ട് ഈ പ്ലസ് 4നെ നമ്മൾ അപ്പുറത്തേക്ക് കൊണ്ടുപോയി -4 ആക്കുന്നു. അങ്ങനെ ആകുമ്പം 2x ഈസ് ഈക്വൽ ടു 26 മൈനസ് 4 ഈസ് ഈക്വൽ ടു എത്രയാണ്? അതെ, 22. ഓക്കെ, അപ്പം 2x എത്രയാണെന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ എക്സ് എത്രയായിരിക്കും? എക്സ് ഈസ് ഈക്വൽ ടു 22 മൈനസ് 2 ഈസ് ഈക്വൽ ടു 11. അപ്പോൾ ഇതിലെ ഒരു നമ്പർ 11 നമുക്ക് കിട്ടി. അപ്പം അതിലെ ഫസ്റ്റ് നമ്പർ 11 ആണെങ്കിൽ സെക്കൻഡ് നമ്പർ എത്രയായിരിക്കും? അതെ, 11 പ്ലസ് 4 ഈസ് ഈക്വൽ ടു 15. സോ നമ്പേഴ്സ് ആർ ഏതൊക്കെ? 11 ആൻഡ് 15. ഇത്രേ ഉള്ളൂ, ചോദ്യത്തിന് ആൻസർ കഴിഞ്ഞു. ഇതിപ്പോൾ നമ്മൾ മനസ്സിലാക്കി സ്പീഡ് ചെയ്യുകയാണെങ്കിൽ എന്നാ പറയുക, ഒരു 13 സെക്കൻഡ് കൊണ്ട് കാര്യം തീരും.
ഓക്കെ, ഇനി മൂന്നാമത്തെ ചോദ്യം. ദ പെരിമീറ്റർ ഓഫ് എ റെക്റ്റാങ്കിൾ ഈസ് 40 സെൻറ്റിമീറ്റർ ആൻഡ് വൺ സൈഡ് ഈസ് 8 സെൻറ്റിമീറ്റർ ലോങ്ങർ ദാൻ അതർ. കാൽക്കുലേറ്റ് ദ ലെങ്ത്സ് ഓഫ് ദ സൈഡ്സ്. എന്ന് വെച്ചാൽ ഈ ഒരു റെക്റ്റാങ്കിളിൻ്റെ ചുറ്റളവ് 40 സെൻറ്റിമീറ്റർ ആണെന്നാണ് ഇതിനകത്ത് പറഞ്ഞേക്കുന്നത്. അതിലെ ഒരു സൈഡ് 8 സെൻറ്റിമീറ്റർ മറ്റേ സൈഡിനേക്കാളും കൂടുതലാണെന്നാണ് പറയുന്നത്. അതായത് ഒരു സൈഡ് മറ്റേ സൈഡിനേക്കാൾ 8 സെൻറ്റിമീറ്റർ കൂടുതലാണെന്ന്. അങ്ങനെയാണെങ്കിൽ ആ സൈഡുകളുടെ നീളം കണ്ടുപിടിക്കാനാണ്, അതായത് നീളവും വീതി, അതായത് അതിൻ്റെ അളവ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പം നമുക്ക് വൺ സൈഡ് എക്സ് എന്നും അതർ സൈഡ് x+8 എന്നും കൊടുക്കാം. ഈ പെരിമീറ്റർ ആണല്ലോ 40 എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പം ഈ പെരിമീറ്റർ എന്ന് പറയുമ്പം 2 × l+b എന്നാണല്ലോ. അപ്പം ഇവിടെ നിലവിൽ പറഞ്ഞേക്കുന്നത് ഈ എക്സിനെ എല്ലായിട്ടും x+8നെ ബ്രെഡ്ത്തായിട്ടും കണക്കാക്കുകയാണെങ്കിൽ ഈ 40 = എന്ന് പറഞ്ഞ് നമ്മൾ എഴുതുമ്പം 2 × x+x+8 എന്ന് വേണം എഴുതാൻ. അതായത് ഇങ്ങനെ എഴുതിയാൽ മതി. അതായത് 2 കൊടുത്തിട്ട് ഒരു ബ്രാക്കറ്റ് അങ്ങ് സ്റ്റാർട്ട് ചെയ്തിട്ട് 2 × x+x+8 = 40. എന്നാലേ അത് കറക്റ്റ് ആവത്തുള്ളൂ. കാരണം ഈ 40 എന്ന് പറയുന്നത് പെരിമീറ്റർ ആണല്ലോ. അപ്പം എക്സ് ലെങ്ത്തും x+8 ബ്രെഡ്ത്തുമായിട്ട് കൊടുക്കുവാണെങ്കിൽ 2 × l+b എന്ന ഇതിൽ 2 × x+x+8 എന്ന് വരും. = 40. പിന്നെ ഇവിടെയാണെന്ന് പറഞ്ഞാലും ഈ ഈക്വൽ സൈനിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഒരു 2 ഉണ്ടല്ലോ. × 2 ആണല്ലോ, അല്ലെങ്കിൽ 2 × ആണല്ലോ. അപ്പം നമുക്ക് വേണമെങ്കിൽ ഇതിനെ നേരെ ഈ ഈക്വൽ സൈൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോയി 40/2 എന്നാക്കാൻ പറ്റും. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ഇങ്ങനെ എഴുതാം. ഈ ബ്രാക്കറ്റ് എല്ലാം കൂടി ക്ലോസ് ചെയ്തിട്ട് x+x+8 = 40/2 = 20 എന്നും എഴുതാം. ഒരു പ്രശ്നമില്ല. ഓക്കെ, അപ്പോൾ അത്രയായി. ഇനി ഇതിനെ നമ്മൾ നേരത്തെ ഇതുപോലെ തന്നെ സിംപ്ലിഫൈ ചെയ്യുക. അതായത് 2x + 8 = 20. ഇനി വീണ്ടും നേരത്തെ പോലെ തന്നെ 2x = 20 - 8 = ഓക്കെ. അപ്പം 20 - 8 അപ്പം 2x = 12. ഇങ്ങനെയാണെങ്കിൽ x = 12 - 2 = 6. സോറി അതായത് ഇത് 12 - 12 കേട്ടോ, 12/2 ആണേ. അപ്പോൾ സ്മോൾ സൈഡിലെ, അതായത് ഫസ്റ്റ് സൈഡ്, അതായത് സ്മോൾ സൈഡ് നമുക്ക് 6 എന്ന് കിട്ടി. ഇങ്ങനെയാകുമ്പം അതർ സൈഡ് എത്രയായിരിക്കും? സിമ്പിൾ. അതായത് നമുക്ക് ഈ ക്വസ്റ്റിനകത്ത് തന്നെ ഓൾറെഡി കൊടുത്തിട്ടുണ്ടായിരുന്നു, ഒരു സൈഡിനേക്കാളും മറ്റേ സൈഡ് 8 സെൻറ്റിമീറ്റർ നീളം കൂടുതലായിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ 6 + 8 = 14 ആയിരിക്കും. അപ്പം സ്മോൾ സൈഡ് 6 എന്നും ലാർജ് സൈഡ് അഥവാ അതർ സൈഡ് 14 എന്ന് നമുക്ക് കിട്ടി. ദിസ് ഈസ് ദ ആൻസർ. നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എ വയർ 3.5 meters long is to be cut into 2 pieces, with one piece bent into a square and the other into an equilateral triangle. The lengths of the sides of both must be the same. How should the wire be cut? ഇത് ശകലമൊന്ന് കൂടിയ ക്വസ്റ്റ്യൻ ആണെന്നേ ഉള്ളൂ, എന്നാലും ചെയ്യാൻ എളുപ്പം തന്നെയാണ്. നമുക്കിത് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ഇത് കാര്യം വളരെ സിമ്പിളാണ് കേട്ടോ. അതായത് ടോട്ടൽ ലെങ്ത് ഓഫ് ദ വയർ എന്നത് 3.5 മീറ്റർ ആണ്. അത് മാത്രമല്ല ഒരു സ്ക്വയറിൻ്റെ വശങ്ങളുടെ എണ്ണം 4 അത് മാത്രമല്ല ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ വശങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 3. അങ്ങനെയെങ്കിൽ ആകെ വശങ്ങളുടെ എണ്ണം എത്രയായിരിക്കും? അതെ, 4 + 3 = 7. അങ്ങനെയെങ്കിൽ ഇതിലെ ഒരു വശത്തിന് വേണ്ടി എത്ര മീറ്റർ വയറായിരിക്കും എടുത്തിരിക്കുന്നത്? എങ്ങനെ കണ്ടുപിടിക്കാം? അതെ, വളരെ എളുപ്പമാണ്. അതായത് 3.5 / എത്ര? 7 = എന്തായിരിക്കും? അതെ, 0.5. അപ്പോൾ 0.5 മീറ്റർ വയറാണ് ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത്. 0.5 മീറ്റർ നീളത്തിലാണ് വയറുകൾ മുറിച്ചിരിക്കുന്നത്. ഓക്കെ.
ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ നമ്മൾ 5ാമത്തെ ക്വസ്റ്റ്യൻ തൊട്ട് ബാക്കിയുള്ളത് വരെ, അതായത് 8ാമത്തെ ക്വസ്റ്റ്യൻ വരെ നോക്കുന്നതാണ്. അങ്ങനെ അടുത്ത വീഡിയോയുടെ കൂടെ ഈ ഒരു എക്സസൈസ് നമുക്ക് ഫുള്ള് പൂർത്തിയാക്കാനും സാധിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ബാക്കിയുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യാൻ മറക്കരുത്. അതായത് ബെല്ലൈക്കൺ ഓൺ നിൽക്കിയാൽ മാത്രമേ നമ്മൾ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. ഒപ്പം കൂടാതെ തന്നെ നിങ്ങൾക്കുണ്ടാകുന്ന സംശയങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്താവുന്നതുമാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്ത ദിവസം കാണാം. സോ ടാറ്റ, ബൈ ബൈ.